തെരുവുനായ ശല്യത്തിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് പാലക്കാട് കരിമ്പ പഞ്ചായത്തിലെ കല്ലടിക്കോടിന് സമീപത്തുള്ള വാക്കോട് കുന്നേമുറി ഉന്നതിയിലെ ആളുകൾ. നിരവധി ആളുകളാണ് ഇപ്പോൾ ഈ തെരുവുനായ ശല്യം കൊണ്ട് പൊറുതിമുട്ടി ഈ മേഖലയിൽ താമസിക്കുന്നത്. ഇവിടുത്തെ വളർത്തുമൃഗങ്ങളെ ഇന്നലെയാണ് ഒരു പേപ്പട്ടി എത്തി ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഈ പ്രദേശവാസിയായിട്ടുള്ള ജോർജ് ജോസഫിൻ്റെ പേപ്പട്ടിയെ ആക്രമിക്കുന്നു. അതിനുശേഷം പിന്നീട് ഈ മേഖലയിലുള്ള നിരവധി നായ്ക്കളെയും ഈ പേപ്പട്ടി ആക്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. പിന്നീട് രാത്രിയോടുകൂടി ഈ ശല്യം രൂക്ഷമായതോടുകൂടി നാട്ടുകാരുടെ നേതൃത്വത്തിൽ തന്നെ ഈ പേപ്പട്ടിയെ തല്ലിക്കൊല്ലുകയായിരുന്നു. കാരണം നിരവധി തവണ ഇത്തരത്തിൽ തെരുവുനായ ശല്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ മേഖലയിൽ നിന്നും പരാതിയായി പോയതാണ്. പക്ഷേ ആ പരാതികൾക്കൊന്നും നടപടി ഉണ്ടാവാതെ വന്നതോടുകൂടിയാണ് പിന്നീട് ഈ പേപ്പട്ടിയെ ഇന്നലെ രാത്രിയോടുകൂടി നാട്ടുകാർ തന്നെ തല്ലിക്കൊല്ലേണ്ടി വന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇപ്പോൾ എനിക്കിപ്പം ജോർജ് ജോസഫ് ചേരുന്നുണ്ട്. ജോർജ് ജോസഫിൻ്റെ പശുവിനെയാണ് ഇന്നലെ ഈ തെരുവുനായ ആക്രമിക്കുന്നത്. ജോർജ് ജോസഫ്, എപ്പോഴായിരുന്നു ശരിക്കും ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുന്നത്? 7:40 8 മണിക്കുള്ളിലായിട്ടാണ് രാത്രി ഉണ്ടായത്. ഇതിനെ നേരിട്ട് വന്ന് പശുവിനെ ചാടി കടിക്കുകയായിരുന്നു. കടിച്ചതിന് ശേഷം അത് തിരിച്ചു പോവുകയും ചെയ്തു. അതിൽ എന്നെയോ എൻ്റെ ഭാര്യേനെയോ കടിച്ചുമില്ല. ഞാൻ ഉടനെ എൻ്റെ മകനെ വിളിച്ചു, മരുമകനെ വിളിച്ച് ഇന്ന പോലെ സംഭവിച്ചു എന്ന് പറഞ്ഞു. ഉടനെ പാലക്കാട് ഡോക്ടറെ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അടുക്കണ്ട, കൈ തൊടുകയും വേണ്ട, സോപ്പ് വെള്ളത്തിൽ കഴുകുക, രാവിലെ ഇഞ്ചക്ഷൻ എടുക്കണം, പേയുള്ളതാണെങ്കിൽ പഞ്ചായത്തിനെ അറിയിക്കണം, വാർഡ് മെമ്പറെ അറിയിക്കണമെന്ന് പറഞ്ഞു. ഓക്കെ. പിന്നീട് ഈ പേയുള്ള നായാണെന്നുള്ളത് സ്ഥിരീകരിക്കുന്നത് നാട്ടുകാർ പറഞ്ഞു. നാട്ടുകാർ പറഞ്ഞല്ലേ, ഈ പട്ടിയെ കണ്ടപ്പോഴേ ഉറപ്പായി ഇത് നായുള്ളതാണ്. ആ ഡോക്ടർ പറഞ്ഞു ചാടി മുഖത്താണ് കടിച്ചിരിക്കുന്നെങ്കിൽ ആ പട്ടി ശരിയായ പട്ടിയല്ല, സാധാ പട്ടികൾ മുഖത്ത് കടിക്കില്ല, അത് മുഖത്താണ് കടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് പേയുള്ളതാണ്. പശു മാത്രമേ ഉള്ളൂ? ഒരു പശു മാത്രമേ ഉള്ളൂ. ഞാനത് ഉപജീവനമാർഗ്ഗമായിട്ട് ഇത് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അങ്ങനെ ഡോക്ടർ പറഞ്ഞതനുസരിച്ച് പിറ്റേ ദിവസം മൃഗാശുപത്രി പോയി മരുന്ന് മേടിച്ച് അദ്ദേഹത്തെ കൊണ്ട് വന്ന് കുത്തിവെച്ച് അദ്ദേഹം ഇതിലെ പോകുമ്പം അദ്ദേഹത്തെ കടിക്കാനായിട്ട് ഈ നായ അദ്ദേഹത്തിൻ്റെ ബൈക്കേലെ കടിച്ചു തൂങ്ങിക്കിടന്നു. ഇവരെല്ലാം കൂടെ അവിടെയുള്ളവരെല്ലാം കൂടിയാണ് രക്ഷപ്പെടുത്തി ആ ഡോക്ടറെ വിടുന്നത്. അത്ര ദുരിതത്തിലാണ് ഇവിടെ കഴിയുന്നത്. ഏകദേശം 20-ലധികം കുടുംബങ്ങളുണ്ട് ഈ മേഖലയിൽ എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഇവരെല്ലാം ഇപ്പോൾ പുറത്തിറങ്ങാൻ തന്നെ പേടിച്ചാണ് ഈ വീടുകളിൽ കഴിയുന്നത്. അവരുടെ വളർത്തുമൃഗങ്ങളെ അവർ വീട്ടിൽ നിന്നും പുറത്തേക്ക് എവിടേക്കും അഴിച്ചു വിടുന്നില്ല, വീട്ടിൽ തന്നെ സൂക്ഷിക്കുകയാണ്. ഇപ്പോൾ ഈ മേഖലയിൽ താമസിക്കുന്ന ആളുകൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇവർക്കെല്ലാം വളർത്തുമൃഗങ്ങളുണ്ട്, ആടും പശുവും എല്ലാം ഉണ്ട്. അവരെല്ലാം പുറത്തേക്ക് ഈ വളർത്തുമൃഗങ്ങളെ വിടാൻ തന്നെ പേടിച്ച് കഴിയുകയാണ്. ഈ തെരുവുനായ ബുദ്ധിമുട്ട് ഇവിടെ ഭയങ്കരമായിട്ടുണ്ടല്ലോ ഈ മേഖലയിൽ. അതിപ്പോൾ പുറത്തുനിന്ന് വന്നിട്ട് ഈ പട്ടിനെ കടിച്ചതാണ് ഇപ്പോൾ സംഭവം ഉണ്ടായത്. അങ്ങനെ ഈ പട്ടിക്ക് പറഞ്ഞാണേ അത് നേരത്തെ ഉണ്ടായിരുന്നിട്ടില്ല. അത്രേ ഉള്ളൂ സംഭവം. രാത്രി നിങ്ങളാണ് നാട്ടുകാർ തന്നെയാണ് ഇതിനെ തല്ലിക്കൊന്നത്? ഞാൻ കണ്ടില്ല. നിങ്ങൾ നാട്ടുകാർ തന്നെയാണ് തല്ലിക്കൊന്നത്? അല്ല, ഇവിടെ ഉള്ളവരെ കൊന്നത്. നാട്ടുകാർ, ഈ മേഖലയിലുള്ള ആൾക്കാർ തന്നെയാണ് കൊന്നത് അല്ലേ? വേറെ ആരുമില്ല. ഇത് ഇവിടെ സ്ഥിരമായി നിങ്ങൾ പരാതിയൊക്കെ കൊടുക്കാറുണ്ടല്ലോ ഈ തെരുവുനായ ശല്യവുമായി ബന്ധപ്പെട്ട്? തെരുവുനായ ശല്യമായിട്ട് മെയിനായിട്ട് ഇവിടെ കാട്ടുമൃഗങ്ങളുടെ ശല്യമാണ്. അത് പരാതി പറയും, അത്രയേ ഉള്ളൂ. ഇങ്ങോട്ടുള്ള റിപ്ലൈ ഒന്നുമില്ല. പിന്നെ ഇതിപ്പം പെട്ടെന്ന് നായയുടെ ശല്യം തുടങ്ങിയിട്ട് കുറച്ചായല്ലോ. ഇപ്പോൾ കനാൽ മുഴുവൻ നായാണ്. ഇപ്പോൾ നിങ്ങൾ വരുന്ന വഴി കണ്ടില്ലേ, വളരെ കാട് പിടിച്ച് കിടക്കുന്ന വഴികളാണ്. അപ്പം എത്ര പോയി പഞ്ചായത്തിൻ്റെ പ്രതിനിധികളോടോ വാർഡ് മെമ്പറോടോ പറഞ്ഞാൽ തിരിഞ്ഞു നോക്കില്ല. ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായി എന്ന വിവരം അറിഞ്ഞിട്ട് പഞ്ചായത്ത് ആരെയും വന്നിട്ടുണ്ടോ? ഇല്ല, എൻ്റെ ഒരിക്കലും ആരും വന്നിട്ടില്ല. ഞാൻ എൻ്റെ വാർഡിലെ മെമ്പറെ വിളിച്ച് അപ്പം തന്നെ വിവരം അറിയിച്ചിരുന്നു. ശരിയെന്ന് എന്നോട് പറഞ്ഞു. ഓക്കെ എന്ന് ഞാനും പറഞ്ഞു, ഫോണും കട്ടാക്കി. പിന്നെ ഒന്നും അറിയിച്ചിട്ടില്ല. ഇതുവരെ വന്നുമില്ല. എൻ്റെ നിങ്ങളെല്ലാം പേടിച്ച് കഴിയും. എൻ്റെ അടുത്ത വീട്ടിലെ പിള്ളേരൊന്നും സ്കൂളിൽ പോയിട്ടില്ല. ഓട്ടോക്കാരൻ പറഞ്ഞു എനിക്ക് വരാൻ പറ്റത്തില്ല, എൻ്റെ ഓട്ടോയുടെ ഒപ്പമായിരുന്നു ആ നായ ഓടി വന്നത്, എനിക്ക് പേടിയുണ്ട്, ഞാൻ വരികയില്ല എന്ന് പറഞ്ഞാൽ ആ കുട്ടി ഇപ്പം വീട്ടിൽ ഇരിപ്പുണ്ട്, ഇന്ന് സ്കൂളിൽ പോകാതെ. ഇതിൽ പെട്ടെന്നൊരു തീരുമാനം വേണമെന്നുള്ളതാണ് തെരുവുനായ്ക്കളെ ഒരു തീരുമാനം വേണം. കാരണം പുറത്തിറങ്ങണ്ടേ. സന്ധ്യാസമയം കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും പുറത്തോട്ട് കല്ലടിക്കോട്ട് റോട്ടിൽ പോകാൻ ഒരു പണിയില്ല. ആനയായിരുന്നു പേടി, ഇപ്പോൾ നായ്ക്കളെയും പഠിക്കേണ്ട, കുരങ്ങുകൊണ്ട് ആ കൂടെ ഇപ്പം തെരുവുനായുമായി പേപ്പട്ടിയായി. പകലും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. ഇതാണ് നാട്ടുകാരുടെ ഒരു പ്രതികരണം എന്ന് പറയുന്നത്. നേരത്തെ ഇവിടെ കാട്ടാന ശല്യമെല്ലാം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷേ അപ്പോഴും പകലിറങ്ങി നടക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഈ നാട്ടുകാർക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ തെരുവുനായ ശല്യം രൂക്ഷമായതോടുകൂടി പുറത്തേക്ക് പകൽ സമയങ്ങളിൽ പോലും ഇറങ്ങി നടക്കാൻ കഴിയുന്നില്ല, വളർത്തുമൃഗങ്ങളെ പുറത്തേക്ക് വിടാൻ കഴിയുന്നില്ല, വിദ്യാർത്ഥികൾക്ക് സ്കൂളിലേക്ക് പോകാൻ കഴിയുന്നില്ല, ആർക്കും തന്നെ ജോലിക്ക് പോകാൻ കഴിയുന്നില്ല. അതോടുകൂടി ഈ ആളുകളെല്ലാം ഇപ്പോൾ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടിയിരിക്കേണ്ട ഒരു സ്ഥിതിയാണുള്ളത്. പഞ്ചായത്തിൽ നിരവധി തവണ പരാതി പറഞ്ഞു. ഇന്നലെ ഈ ആക്രമണം ഉണ്ടായ സമയത്തും വാർഡ് മെമ്പറോടും അതുപോലെ തന്നെ പഞ്ചായത്ത് അധികൃതരോടും വിഷയം അറിയിച്ചതാണ്. പക്ഷേ ഇതുവരെയും ആരും തന്നെ ഈ മേഖലയിലേക്ക് എത്തി എന്താണ് സംഭവം എന്ന് പരിശോധിക്കുക പോലും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഏതായാലും ഈ മേഖല, അതായത് ഈ വാക്കോട് കുന്നേമുറി എന്ന് പറയുന്ന ഒരു ഉന്നതിയാണ്. ആ ഉന്നതിക്ക് സമീപത്താണ് ഇത്തരത്തിൽ ഈ തെരുവുനായ ശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നത്. പാലക്കാട് പല മേഖലയിലും ഇത്തരത്തിൽ തെരുവുനായ ശല്യമുണ്ട്. ഇന്ന് ചെർപ്പളശ്ശേരിയിൽ തന്നെ 6ഓളം പേർക്ക് തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. അതിനെല്ലാം ഇടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ പാലക്കാട് കല്ലടിക്കോട് വാക്കോട് കുന്നേമുറിയിലുള്ള ആളുകളും തെരുവുനായ ശല്യത്തിൽ പൊറുതിമുട്ടി കഴിയുന്നത്.
വീഡിയോ ജേർണലിസ്റ്റ് വിനു സിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്.